ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം. എല്ലാവർക്കും ഓം ബ്രഹ്മത്തിൻ്റെ മെയ് 4 മുതൽ ഒരാഴ്ചത്തേക്കുള്ള പഞ്ചാംഗത്തിലേക്ക് സ്വാഗതം. മെയ് 4 കൊല്ലവർഷം 1200 മേടം 21, ശുക്ലപക്ഷ സപ്തമിയും അഷ്ടമിയുമാണ് വരുന്നത്. മെയ് 3 7:52 AM മുതൽ മെയ് 4 7:19 AM വരെ സപ്തമിയും ശേഷം മെയ് 5 7:36 AM വരെ അഷ്ടമിയും ആണ്. നക്ഷത്രം പൂയവും ആയില്യവുമാണ് വരുന്നത്. മെയ് 3 12:34 PM മുതൽ മെയ് 4 12:53 PM വരെ പൂയവും ശേഷം മെയ് 5 2:01 PM വരെ ആയില്യവുമാണ്. ഞായറാഴ്ചയാണ്. സൂര്യോദയം 6:09 AM സൂര്യാസ്തമയം 6:28 PM ചന്ദ്രോദയം മെയ് 4 12:15 PM ചന്ദ്രാസ്തമയം മെയ് 5 1:05 AM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 4:56 PM മുതൽ 6:28 PM വരെയും, യമഖണ്ഡകാലം 12:18 PM മുതൽ 1:51 PM വരെയും, ഗുളികകാലം 3:23 PM മുതൽ 4:56 PM വരെയും ആണ്. ശുഭകരമായ സമയങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 11:54 AM മുതൽ 12:43 PM വരെയും, അമൃതകാലം 6:23 AM മുതൽ 8 AM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:32 AM മുതൽ 5 AM വരെയും ആണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി കർക്കിടകവും ആണ് വരുന്നത്. മെയ് 5 കൊല്ലവർഷം 1200 മേടം 22, തിഥി ശുക്ലപക്ഷ അഷ്ടമിയും നവമിയുമാണ് വരുന്നത്. മെയ് 4 7:19 AM മുതൽ മെയ് 5 7:36 AM വരെ അഷ്ടമിയും ശേഷം മെയ് 6 8:38 AM വരെ നവമിയുമാണ് വരുന്നത്. നക്ഷത്രം ആയില്യവും മകവുമാണ് വരുന്നത്. മെയ് 4 12:53 PM മുതൽ മെയ് 5 2:01 PM വരെ ആയില്യവും ശേഷം മെയ് 6 3:51 PM വരെ മകവുമാണ് നക്ഷത്രങ്ങൾ വരുന്നത്. തിങ്കളാഴ്ചയാണ്. സൂര്യോദയം 6:09 AM സൂര്യാസ്തമയം 6:28 PM ചന്ദ്രോദയം മെയ് 5 1:06 PM ചന്ദ്രാസ്തമയം മെയ് 6 1:47 AM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 7:41 AM മുതൽ 9:13 AM വരെയും, യമഖണ്ഡകാലം 10:46 AM മുതൽ 12:18 PM വരെയും, ഗുളികകാലം 1:51 PM മുതൽ 3:23 PM വരെയുമാണ്. ശുഭകരമായ സമയങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 11:54 AM മുതൽ 12:43 PM വരെയും, അമൃതകാലം 12:19 PM മുതൽ 2 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:32 AM മുതൽ 5:20 AM വരെയുമാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി 2:01 PM വരെ കർക്കിടകവും അതിനുശേഷം ചിങ്ങവുമാണ് വരുന്നത്. മെയ് 6 കൊല്ലവർഷം 1200 മേടം 23, തിഥി ശുക്ലപക്ഷ നവമിയും ദശമിയുമാണ് വരുന്നത്. മെയ് 5 7:36 AM മുതൽ മെയ് 6 8:38 AM വരെ നവമിയും ശേഷം മെയ് 7 10:20 AM വരെ ദശമിയുമാണ് വരുന്നത്. നക്ഷത്രം മകവും പൂരവുമാണ് വരുന്നത്. മെയ് 5 2:01 PM മുതൽ മെയ് 6 3:51 PM വരെ മകവും ശേഷം മെയ് 7 6:17 PM വരെ പൂരം നക്ഷത്രവുമാണ് വരുന്നത്. ചൊവ്വാഴ്ചയാണ്. സൂര്യോദയം 6:08 AM സൂര്യാസ്തമയം 6:28 PM ചന്ദ്രോദയം മെയ് 6 1:53 PM ചന്ദ്ര അസ്തമയം മെയ് 7 2:25 AM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 3:23 PM മുതൽ 4:56 PM വരെയും, യമഖണ്ഡകാലം 9:13 AM മുതൽ 10:46 AM വരെയും, ഗുളികകാലം 12:18 PM മുതൽ 1:51 PM വരെയുമാണ് വരുന്നത്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 11:54 AM മുതൽ 12:43 PM വരെയും, അമൃതകാലം 1:15 PM മുതൽ 2:58 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:32 AM മുതൽ 5:20 AM വരെയുമാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി ചിങ്ങവുമാണ് വരുന്നത്.
മെയ് 7 കൊല്ലവർഷം 1200 മേടം 24. തിഥി ശുക്ലപക്ഷ ദശമിയും ശുക്ലപക്ഷ ഏകാദശിയുമാണ് വരുന്നത്. മെയ് 6 8:38 AM മുതൽ മെയ് 7 10:20 AM വരെ ദശമിയും ശേഷം മെയ് 8 12:29 PM വരെ ഏകാദശിയുമാണ് വരുന്നത്. നക്ഷത്രം പൂരവും ഉത്രവുമാണ് വരുന്നത്. മെയ് 6 3:52 PM മുതൽ മെയ് 7 6:17 PM വരെ പൂരവും ശേഷം മെയ് 8 9:06 PM വരെ ഉത്രവുമാണ് നക്ഷത്രം വരുന്നത്. ബുധനാഴ്ചയാണ്. സൂര്യോദയം 6:08 AM സൂര്യാസ്തമയം 6:28 PM ചന്ദ്രോദയം മെയ് 7 2:38 PM ചന്ദ്ര അസ്തമയം മെയ് 8 3:01 AM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ രാഹുകാലം 12:18 PM മുതൽ 1:51 PM വരെയും യമഘണ്ഠകാലം 7:41 AM മുതൽ 9:13 AM വരെയും ഗുളികകാലം 10:46 AM മുതൽ 12:18 PM വരെയുമാണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ അഭിജിത്ത് മുഹൂർത്തങ്ങളില്ല. അമൃതകാലം 11:14 AM മുതൽ 12:59 PM വരെയും ബ്രഹ്മമുഹൂർത്തം 4:32 AM മുതൽ 5:20 AM വരെയുമാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി 12:57 AM വരെ ചിങ്ങവും ശേഷം കന്നിരാശിയുമാണ് വരുന്നത്. മെയ് 8 കൊല്ലവർഷം 1200 മേടം 25. തിഥി ശുക്ലപക്ഷ ഏകാദശിയും ശുക്ലപക്ഷ ദ്വാദശിയുമാണ് വരുന്നത്. മെയ് 7 10:20 AM മുതൽ മെയ് 8 12:29 AM വരെ ഏകാദശിയും ശേഷം മെയ് 9 2:56 PM വരെ ദ്വാദശിയുമാണ് വരുന്നത്. നക്ഷത്രം ഉത്രവും അത്തവുമാണ് വരുന്നത്. മെയ് 7 6:17 PM മുതൽ മെയ് 8 9:06 PM വരെ ഉത്രവും ശേഷം മെയ് 10 12:09 AM വരെ അത്തവുമാണ് നക്ഷത്രങ്ങൾ വരുന്നത്. വ്യാഴാഴ്ചയാണ്. മോഹിനി ഏകാദശി വരുന്ന ദിവസമാണ്. സൂര്യോദയം 6:08 AM സൂര്യാസ്തമയം 6:29 PM ചന്ദ്രോദയം മെയ് 8 3:21 PM ചന്ദ്ര അസ്തമയം മെയ് 9 3:37 AM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ രാഹുകാലം 1:51 PM മുതൽ 3:23 PM വരെയും യമഘണ്ഠകാലം 6:08 AM മുതൽ 7:40 AM വരെയും ഗുളികകാലം 9:13 AM മുതൽ 10:46 AM വരെയുമാണ് വരുന്നത്. ശുഭകരമായ സമയങ്ങൾ അഭിജിത്ത് മുഹൂർത്തം 11:54 AM മുതൽ 12:43 PM വരെയും അമൃതകാലം 1:03 PM മുതൽ 2:50 PM വരെയും ബ്രഹ്മമുഹൂർത്തം 4:31 AM മുതൽ 5:19 AM വരെയുമാണ് വരുന്നത്. സൂര്യരാശി മേടവും ചന്ദ്രരാശി കന്നിയുമാണ് വരുന്നത്. മെയ് 9 കൊല്ലവർഷം 1200 മേടം 26. തിഥി ശുക്ലപക്ഷ ദ്വാദശിയും ത്രയോദശിയുമാണ് വരുന്നത്. മെയ് 8 12:29 PM മുതൽ മെയ് 9 2:56 PM വരെ ദ്വാദശിയും ശേഷം മെയ് 10 5:30 PM വരെ ത്രയോദശിയുമാണ് വരുന്നത്. നക്ഷത്രങ്ങൾ അത്തവും ചിത്തിരയുമാണ് വരുന്നത്. മെയ് 8 9:06 PM മുതൽ മെയ് 10 12:09 AM വരെ അത്തവും ശേഷം മെയ് 11 3:15 AM വരെ ചിത്തിരയുമാണ് നക്ഷത്രങ്ങൾ വരുന്നത്. വെള്ളിയാഴ്ചയാണ്. പ്രദോഷവ്രതമുള്ള ദിവസമാണ്. സൂര്യോദയം 6:08 AM സൂര്യാസ്തമയം 6:29 PM ചന്ദ്രോദയം മെയ് 9 4:04 PM ചന്ദ്ര അസ്തമയം മെയ് 10 4:13 AM അശുഭകരമായ സമയങ്ങൾ രാഹുകാലം 10:46 AM മുതൽ 12:18 PM വരെയും യമഘണ്ഠകാലം 3:23 PM മുതൽ 4:56 PM വരെയും ഗുളികകാലം 7:40 AM മുതൽ 9:13 AM വരെയുമാണ് വരുന്നത്. ശുഭകരമായ മുഹൂർത്തങ്ങൾ അഭിജിത്ത് മുഹൂർത്തം 11:51 AM മുതൽ 12:43 PM വരെയും അമൃതകാലം 5:34 PM മുതൽ 7:22 PM വരെയും ബ്രഹ്മമുഹൂർത്തം 4:31 AM മുതൽ 5:19 AM വരെയുമാണ്. സൂര്യരാശി മേടവും
ചന്ദ്രരാശി കന്നിയുമാണ് വരുന്നത്. മെയ് 10 കൊല്ലവർഷം 1200 മേടം 27 തിഥി ശുക്ലപക്ഷ ത്രയോദശിയും ചതുർദശിയുമാണ് വരുന്നത്. മെയ് 9 2:56 PM മുതൽ മെയ് 10 5:30 PM വരെ ത്രയോദശിയും ശേഷം മെയ് 11 8:02 PM വരെ ചതുർദശിയുമാണ് തിഥി. നക്ഷത്രം ചിത്തിരയും ചോതിയുമാണ് വരുന്നത്. മെയ് 10 12:09 AM മുതൽ മെയ് 11 3:15 AM വരെ ചിത്തിരയും ശേഷം മെയ് 12 6:17 AM വരെ ചോതിയുമാണ് വരുന്നത്. ശനിയാഴ്ചയാണ്. സൂര്യോദയം 6:07 AM സൂര്യാസ്തമയം 6:29 PM ചന്ദ്രോദയം മെയ് 10 4:47 PM ചന്ദ്ര അസ്തമയം മെയ് 11 4:50 AM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ രാഹുകാലം 9:13 AM മുതൽ 10:45 AM വരെയും യമഖണ്ഡകാലം 1:51 PM മുതൽ 3:23 PM വരെയും ഗുളികകാലം 6:07 AM മുതൽ 7:40 AM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ അഭിജിത്ത് മുഹൂർത്തം 11:53 AM മുതൽ 12:43 PM വരെയും അമൃതകാലം 8:01 PM മുതൽ 9:49 PM വരെയും ബ്രഹ്മമുഹൂർത്തം 4:31 AM മുതൽ 5:19 AM വരെയുമാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി 1:42 PM വരെ കന്നിയും ശേഷം തുലാം രാശിയുമാണ് വരുന്നത്. മെയ് 4 മുതൽ മെയ് 10 വരെയുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറഞ്ഞത്. പ്രധാനപ്പെട്ട വ്രതങ്ങളും സമയങ്ങളും മുഹൂർത്തങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ. നന്ദി, നമസ്കാരം.